മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. 6 വർഷമായി ശമ്പളം ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിൽ അധ്യാപിക ജീവനൊടുക്കി. കോഴിക്കോട് കട്ടിപ്പാറ കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ അധ്യാപിക അലീന ബെന്നിയാണ് മരിച്ചത്. അബിന പി ചിറക്കൽ വിവരങ്ങളുമായി ചേരുന്നു. അബിന, 6 വർഷക്കാലമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നു. അതിന്റെ മനോവിഷമത്തിൽ അധ്യാപിക ജീവനൊടുക്കി. വിവരങ്ങൾ. വൃന്ദ, താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള കട്ടിപ്പാറ ഹോളി ഫാമിലി LP സ്കൂളിൽ 5 വർഷത്തോളമായി ജോലി ചെയ്ത അലീന കഴിഞ്ഞ ഒരു വർഷമായി കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലാണ് ജോലി പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സ്കൂളിൽ നിന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ അധ്യാപികയ്ക്ക് ഈ ശമ്പളം നൽകാത്തതിന്റെ ഒരു മനോവിഷമം അധ്യാപികയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് സ്കൂളിൽ പോകാതിരുന്ന അലീന സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അലീന തുടർന്ന് പ്രധാന അധ്യാപക പലതവണ ഈ അലീനയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അലീനയെ ലഭിച്ചില്ല. മാത്രമല്ല, തുടർന്ന് പിതാവിനെ വിളിക്കുകയും ചെയ്തു. ഈ പിതാവിനെ വിളിച്ചതിനെ തുടർന്ന് വൈകിട്ട് 3 മണിയോട് കൂടിയാണ് ഈ അധ്യാപിക തൂങ്ങി മരിച്ച നിലയിൽ അധ്യാപികയെ കണ്ടെത്തുന്നത്. തുടർന്ന് ഈ അധ്യാപികയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് കുടുംബം പറയുന്ന ഒരു കാര്യം. 13 ലക്ഷം രൂപ നൽകിയാണ് അലീന കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിൽ സ്കൂളിൽ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് 6 വർഷം പിന്നിട്ടിട്ടും ജോലി സ്ഥിരപ്പെടുത്തിയിരുന്നില്ല. അതുകൂടാതെ തന്നെ കട്ടിപ്പാറയിൽ ജോലി ചെയ്ത കാലയളവിൽ 5 വർഷത്തെ ശമ്പളമോ ആനുകൂല്യങ്ങളോ ആവശ്യമില്ല എന്ന് കോർപ്പറേറ്റ് മാനേജർ എഴുതി വാങ്ങിയിരുന്നതായും പിതാവ് പറയുകയുണ്ടായി. ശമ്പളം കിട്ടാത്തതും അതുപോലെ തന്നെ കുടിശ്ശിക കിട്ടില്ലെന്നുമായതോടെയാണ് അലീന വലിയ രീതിയിൽ മനോവിഷമത്തിലാവുകയും തുടർന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളോളം അലീനയെ ഇത് അലട്ടിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പിതാവ് പറയുകയും ചെയ്തിരുന്നു. അതുകൂടാതെ തന്നെ കൂടെ ജോലി ചെയ്തിരുന്ന അധ്യാപകരുടെ സഹായത്തോടു കൂടിയാണ് ഏകദേശം വീട്ടിൽ നിന്നും 25 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്കൂളിലേക്ക് എത്തിപ്പെടാനും മറ്റു കാര്യങ്ങൾക്കുള്ള ചെലവുകളെല്ലാം തന്നെ മറ്റ് അധ്യാപകരാണ് വഹിച്ചിരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കൂടാതെ അലീനയുടെ മാതാവുമായുള്ള ബന്ധം പിതാവ് നേരത്തെ തന്നെ ബന്ധം വേർപ്പെടുത്തിയിരുന്നു. അതോടുകൂടി തന്നെ മറ്റ് ചെലവുകളെല്ലാം തന്നെ നിലച്ച ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിതാവ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അലീനയുമായി സംസാരിക്കാറുണ്ടെന്നും അതുകൂടാതെ തന്നെ അലീനയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ പിതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ ഒരു സ്കൂളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് പണം നൽകിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അധ്യാപകരും അതുപോലെ തന്നെ മറ്റാളുകളെല്ലാം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വൃന്ദ. അബിന, അതോടൊപ്പം തന്നെ നേരത്തെയും ഇത്തരത്തിൽ 6 വർഷമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നു. അധികൃതർക്കെതിരെ പരാതികളൊന്നും നൽകിയിരുന്നില്ലേ? നിലവിൽ ഇത്തരം കാര്യങ്ങളുടെ ഒരു വിവരവും നമുക്ക് ലഭ്യമായിട്ടില്ല. കാരണം ഈ ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്നും സംഭവിച്ച വലിയൊരു സങ്കടത്തിൽ തന്നെയാണ് കുടുംബം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ കുടുംബമാവട്ടെ അല്ലെങ്കിൽ അധ്യാപകരാരും തന്നെ പ്രതികരിച്ചിട്ടില്ല. ഈ അധ്യാപിക ഇപ്പം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കഴിയുന്നത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രം നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുക. ഈ ഒരു സംസ്കാര ചടങ്ങിന് ശേഷമായിരിക്കും കുടുംബവും അതുപോലെ തന്നെ അധ്യാപകരും മറ്റു കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളുമായി സംസാരിക്കുകയെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ശമ്പളം നൽകിയില്ല എന്നുള്ള ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. വൃന്ദ. ശരി.